SIR നടപടികൾക്കിടയിൽ പുതിയ വ്യക്തിഗത തിരിച്ചറിയൽ രേഖ കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൗരന്മാർക്ക് ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് നൽകും. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ സംഘപരിവാറിനെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സർക്കാരിനെ ബാധിച്ചിട്ടില്ല എന്നും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നിയമപ്രാബല്യമുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. തഹസിൽദാറാണ് ഈ കാർഡ് അനുവദിക്കുക. പൌരത്വം തെളിയിക്കുന്നത് സംബന്ധിച്ച് നാട്ടിൽ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാർഡെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. SIR നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ആശങ്ക അകറ്റാൻ വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ലെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ LDFനെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടത് പത്തനംതിട്ടയിലാണ്. എന്നാൽ BJPയുടെ കൈവശമുണ്ടായിരുന്ന പന്തളം നഗരസഭ തിരിച്ചുപിടിച്ചുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. BJPയുടെ കയ്യിലുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ LDF ആണ് അവിടെ ഭരിക്കുന്നത്. നല്ല രീതിയിൽ BJPയെ സംസ്ഥാനത്താകെ അവർ കൈവശം വെച്ചിരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പരാജയപ്പെടുത്താൻ LDFന് കഴിഞ്ഞിരിക്കുന്നു. അത് വെച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക നിഗമനത്തിലെത്താൻ കഴിയില്ല. ഇത് ശബരിമലയുടെ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന നില കാണാൻ കഴിയില്ല. വ്യത്യസ്ത കാരണങ്ങളുണ്ടാവും. അതും ചിലപ്പോൾ ഒരു കാരണമായിട്ട് കാണാൻ സാധിച്ചേക്കും ചിലയിടങ്ങളിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം പുറത്തുവന്നതിലും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. മുൻ കോൺഗ്രസ് അധ്യക്ഷയായ സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ പല മുതിർന്ന നേതാക്കളും അനുമതി ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് പോറ്റിക്ക് മാത്രം സന്ദർശിക്കാൻ സാധിച്ചതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. അയ്യപ്പ സംഗമ പരിപാടിയുടെ സമയത്ത് വെള്ളാപ്പള്ളി നടേശനൊപ്പം ഒരു കാറിൽ സഞ്ചരിച്ചത് മഹാ അപരാധമായി കാണേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും. അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. ഒരു പ്രത്യേകിച്ച് ഒരേ പ്രായക്കാർ, ഒരേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലേ? അതിനകത്ത് എന്താ? ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. മതപരിവർത്തനം ആരോപിച്ച് BJP പ്രവർത്തകരും സംഘപരിവാർ സംഘടനകളുമാണ് പലയിടങ്ങളിലും ആക്രമണം നടത്തുന്നത്. ഭരണഘടന അനുവദിച്ചു നൽകുന്ന മൗലികാവകാശങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തിന്റെ ബഹുസ്വരതയോടും സഹവർത്തിത്വത്തോടും വിപ്രതിപത്തി വെച്ച് പുലർത്തുന്ന കൂട്ടരാണ് സംഘപരിവാർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ക്രിസ്മസിന് കേക്കും കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തിയവരാണ് ഇപ്പോൾ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിക്കാൻ തയ്യാറാകുന്നത്. പാലക്കാട് വാളയാറിൽ നടന്ന ആൾക്കൂട്ടക്കൊല ഹീനമാണെന്നും കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവന്നെന്നും പിണറായി വിജയൻ പറഞ്ഞു. വാളയാറിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.